ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 സെപ്റ്റംബർ മാസ ഫലം. സെപ്റ്റംബർ മാസത്തിൽ മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു മാസമാണ്. ദീർഘനാളുകളായിട്ടുണ്ടല്ലോ. എങ്കിലും ദൈവാധീനമുണ്ട്. അത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം മീനം രാശിയുടെ അധിപൻ കൂടിയാണ്. അത് സുഖസ്ഥാനമായ 4-ാമിടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ ആ വ്യാഴത്തിന് ഏറ്റവും ബലം കൊടുക്കുന്ന ഉച്ചം ചെയ്യുന്ന നക്ഷത്രമുണ്ട്, ഉച്ച നക്ഷത്രം. അതിന് ആ ഉച്ച നക്ഷത്രത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ദോഷങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകളും ദൈവാധീനങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരും. ഞാൻ ഈ പറയുന്നതൊക്കെ ഗോചര ഫലം വെച്ചുകൊണ്ടാണ്. ഓരോരുത്തരുടെയും കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിക്കുകയോ ഒക്കെ ചെയ്ത് ഓൺലൈനായിട്ട് അറിയാവുന്നതാണ്. വിവാഹ തടസ്സമായാലും ജോലി തടസ്സമായാലും മറ്റ് സന്താന കാര്യങ്ങളിലുള്ള തടസ്സമായാലും ഏതൊരു കാര്യങ്ങളും വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ഇട്ടാൽ വിവരങ്ങൾ അറിയാം. ഏറ്റവും പ്രധാനമായിട്ട് ആരോഗ്യം തൃപ്തികരമായി. ആരോഗ്യമാണല്ലോ ഏറ്റവും പ്രധാനം. ശ്രേയസ്സും യശസ്സും വന്നു ചേരുന്ന ഒരു സമയം. എവിടെ ചെന്നാലും ഒരു സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തികളെയും ഉദ്ദേശിക്കുന്ന തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ. അത് ഒരു കുടുംബമായാലും തൊഴിൽ രംഗമായാലും സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായാലും വൻകിട ബിസിനസ്സുകൾ ചെയ്യുന്നവരോ ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവരായാലും ഒക്കെ അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു മാസമാണ്. അതായത് ഏറ്റവും ഭാഗ്യഭാവാധിപനാണ് ഈ മീനം രാശിക്കാർക്ക് ചൊവ്വ. അത് നിവൃത്തി സ്ഥാനമായ 7-ാമിടത്ത് സ്ഥിതി ചെയ്യുന്നു. 7-ാം ഭാവം എന്ന് പറയുമ്പോൾ വിവാഹ മദനാലോക ഭാര്യാഭർത്തൃ സമാഗമ ശയ്യാസ്ത്രീ സഗമ നഷ്ടാർത്ഥ മൈതുന്യാനവി സപ്തമാത് എന്ന പ്രമാണപ്രകാരം വിവാഹവും വിവാഹ അനന്തര ജീവിതത്തെയും സൂചിപ്പിക്കുന്ന ഭാവമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. പുതുമയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ വന്നു ചേരുകയും ഗൃഹോപകരണങ്ങൾ വന്നു ചേരുകയും കുടുംബത്ത് സമാധാനം ഉള്ള ഒരു സമയം. എന്നിരുന്നാലും ചൊവ്വായും ശനിയും കൂടി പരസ്പര ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ദേഷ്യമൊക്കെ ഒഴിവാക്കണം. പൊട്ടിത്തെറി, നിസ്സാര കാര്യത്തെ ചൊല്ലി ചിലപ്പോൾ കലുഷിതമാകാതെ വളരെ ശ്രദ്ധിക്കും. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ ഈ മാസം ഭാഗ്യമുണ്ട് ഈ മീനം രാശിക്കാർ. മറ്റൊരു പ്രധാന കാര്യം വാഹന സംബന്ധമായ കാര്യമാണ്. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ്. അത് സംബന്ധിച്ച ജോലികൾ ചെയ്യുന്നവർ, വാഹന നിർമ്മാണവുമായിട്ട് മെക്കാനിക്കൽ ജോലികൾ, അതിന്റെ അവാന്തര വിഭാഗങ്ങൾ, നിരവധി അനവധി വാഹനങ്ങളുടെ ഇന്റീരിയർ ഡിസൈനിങ്, എക്സ്റ്റീരിയർ ഡിസൈനിങ്, കളറിങ്, അങ്ങനെ പോകുന്നു. പേപ്പർ വർക്കുകൾ ചെയ്യുക. അതുപോലെ തന്നെയാണ് വീടിന്റെ വർക്കുകൾ ചെയ്യുന്നവർ, വീട് ഡിസൈൻ ചെയ്യുന്ന ഡിസൈനേഴ്സ്, ആർക്കിടെക്ടേഴ്സ്. അതുപോലെ അത് വർക്കൗട്ട് ചെയ്തെടുത്ത് ഒരു വീടാക്കി സെറ്റ് ഔട്ട് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ ചെയ്യുക. അത് കരവിരുത് തെളിയിക്കുവാനായിട്ട് സാധിക്കും. സംശയിക്കേണ്ട. കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്നു. അതും അനുകൂലമാണ്. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരായാലും ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്നവരൊക്കെ ആയാലും ഒക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നവർക്കും ഈ മീനം രാശിക്കാർക്ക് ഈ സെപ്റ്റംബർ മാസത്തിൽ അഭിവൃദ്ധികൾ വന്നു ചേരും. ജോലിയില്ലാത്തവർക്ക് പുതിയ ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുക. തീർച്ചയായും ഈ മാസം ജോലി ലഭിക്കും. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാൻ മുൻപോട്ട് ഭാഗ്യം ഉണ്ട്. അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ച് ധനസ്ഥാനത്തേക്ക് ആ ഭാഗ്യാധിപനും കൂടിയായ ധനസ്ഥാനാധിപൻ ദൃഷ്ടി ചെയ്യുന്നു. ഇപ്പം ധനപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരേണ്ട മാസമാണ്. അത് കാർഷിക രംഗത്ത് ഏർപ്പെടുന്നവരായാലും ബ്രോക്കറിംഗ് കാര്യങ്ങൾ ഏർപ്പെടുന്നവരായാലും ഊഹാപോഹ കച്ചവടങ്ങൾ, അതുപോലെ ഷെയർ മാർക്കറ്റിങ്, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ ഇപ്പം പറയത്തക്ക സാഹചര്യമല്ലല്ലോ. ഓരോ തൊഴിലുകൾ ചെയ്യുന്നവർ, IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, അധ്യാപകര്, മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അഭിവൃദ്ധികൾ വന്നു ചേരും.
വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിച്ച് ഭൂമി വാങ്ങുന്നതിനോ ഗൃഹം പുതുക്കി പണിയുന്നതിനോ പുതിയ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ ഭാഗ്യം തുണയ്ക്കും. വിദേശത്തായിരിക്കുന്നവർക്ക് ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. എങ്കിലും പൊതുവെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഓർഡർ കൈപ്പറ്റുന്നതിനും പോകുന്നതിനും ഒക്കെ ഭാഗ്യം. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായി. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.